ഇന്ന് ഞാൻ വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് വിയറ്റ്നാമിൽ ചിങ് ചോങ് എന്നു പേരായ ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വയലിന് നടുവിലുള്ള ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഒറ്റയ്ക്കല്ല, കൂടെ ഭാര്യയുമുണ്ട്. ഭാര്യയുടെ പേരാണ് മിൻലോ. മിൻലോ അതിസുന്ദരിയായിരുന്നു. മിൻലോയോളം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിൻലോയ്ക്ക് തൻ്റെ സൗന്ദര്യത്തിൽ ഒരിത്തിരി അഹങ്കാരമുണ്ടായിരുന്നു. എപ്പോഴും ഒരുങ്ങി സുന്ദരിയായി നടക്കണം എന്നല്ലാതെ വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും സഹായിക്കണമെന്നോ ചിങ് ചോങ്ങിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നോ ഒന്നും ഒരിക്കലും മിൻലോ വിചാരിച്ചിട്ടേ ഇല്ല. നല്ലവനായ ചിങ് ചോങ് ഇതൊന്നും കാര്യമാക്കിയില്ല. അയാൾ തൻ്റെ ഭാര്യയാക്കം കഴിഞ്ഞ് സ്നേഹിച്ചു. മിൻലോയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുക കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് അയൽപ്പക്കങ്ങളിലൊക്കെ പോയി സ്വയം ഒന്ന് പ്രദർശിപ്പിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് അവൾ നാട് മുഴുവൻ നടന്ന് ആൾക്കാരോട് സംസാരിക്കുകയും ഉത്സവങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കുകയും മറ്റുള്ളവർ തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പുകഴ്ത്തി പറയുന്നത് കേട്ട് ആഹ്ലാദിക്കുകയും ചെയ്യും. വീട്ടുകാര്യങ്ങളിൽ മിൻലോയ്ക്ക് ഒരു ശ്രദ്ധയുമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മിൻലോയ്ക്ക് ഒരു അസുഖം പിടിപെട്ടു. മാരകമായ രോഗമായിരുന്നു. ചിങ് ചോങ്ങിന് തൻ്റെ ഭാര്യയോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ തന്നെക്കൊണ്ടാവുന്ന വിധമൊക്കെ നോക്കി. കഴിയുന്നത്ര വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചെങ്കിലും മിൻലോയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. മിൻലോ മരിച്ചുപോയി. പാവം ചിങ് ചോങ്. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശവശരീരവും തോളിലിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് വഴിനീളെ അലഞ്ഞു നടന്നു. അയാൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വഴിപോക്കരോടൊക്കെ ചോദിച്ചു, എൻ്റെ മിൻലോ പോയി, ഇവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ആരെങ്കിലും ഇവളെ ഒന്ന് രക്ഷിച്ചു തരൂ. നാട്ടുകാർക്കൊക്കെ വലിയ വിഷമം വന്നു ചിങ് ചോങ്ങിൻ്റെ ഈ വിഷമം കണ്ടിട്ട്. കിളികളോടും മരങ്ങളോടും മൃഗങ്ങളോടും കാറ്റിനോടും മേഘങ്ങളോടും ഒക്കെ ചിങ് ചോങ് നടന്ന് തൻ്റെ ഭാര്യയെ ഒന്ന് രക്ഷിച്ചു തരൂ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് തന്നെ ആൾക്കാർ കരുതി. എല്ലാവരും ചിങ് ചോങ്ങിനോട് പറഞ്ഞു, ഈ മൃതശരീരം കൊണ്ടുപോയി വിധിപ്രകാരം അടക്കൂ, അല്ലാതെ എന്ത് ചെയ്യാനാണ്? മരിച്ച ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷേ ചിങ് ചോങ് അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. തൻ്റെ ഭാര്യയെ തനിക്ക് തിരിച്ചു വേണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു അയാൾ. അങ്ങനെ ആ മൃതശരീരവും തോളത്തിട്ടുകൊണ്ട് അയാൾ നടന്ന് ഒരു നാൽക്കവലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത്ര ഭാരം താങ്ങി നടന്നതല്ലേ, അയാൾ വല്ലാതെ ക്ഷീണിച്ചു പോയി. അയാൾ അവിടെ അങ്ങ് ഇരുന്നു. ആ സമയത്താണ് നല്ല വെളുത്ത താടിയും മുടിയുമൊക്കെയുള്ള പ്രായമുള്ള ഒരു വൃദ്ധൻ അതുവഴി വന്നത്, ഒരു സന്യാസി. സന്യാസി തളർന്നിരിക്കുന്ന ചിങ് ചോങ്ങിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ചിങ് ചോങ് പറഞ്ഞു, ഗുരു, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എൻ്റെ ജീവനായിരുന്നു ഇവളുടെ പേര് മിൻലോ എന്നാണ്. ഇവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം, അല്ലെങ്കിൽ ഞാനും ഇവളുടെ പിന്നാലെ മരിക്കും. അയാളുടെ സങ്കടം കണ്ട് സന്യാസിക്ക് വല്ലാത്ത അലിവ് തോന്നി. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന മാന്ത്രിക ശക്തിയുള്ള ഒരു കമ്പ് കൊണ്ട് 3 തവണ മിൻലോയുടെ മുഖത്തിന് ചുറ്റും ഒഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവളെ ജീവിപ്പിച്ചു തരാം. നീ നിൻ്റെ കൈയുടെ തള്ളവിരലിൽ ഒരു മുറിവുണ്ടാക്കണം. എന്നിട്ട് ആ മുറിവിൽ നിന്ന് 3 തുള്ളി ചോര ഇവളുടെ മിൻലോയുടെ ചുണ്ടിൽ ഇറ്റിക്കണം. അതോടെ അവൾ ജീവിച്ചു വരും. ചോങ്ങിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഒരു കത്തിയെടുത്ത് തൻ്റെ പെരുവിരലിൽ ഒരു മുറിവുണ്ടാക്കി. എന്നിട്ട് 3 തുള്ളി ചോര തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചുണ്ടിൽ വീഴ്ത്തി. അത്ഭുതമെന്ന് പറയട്ടെ, മിൻലോ കണ്ണ് തിരുമ്മിക്കൊണ്ട് ഉറങ്ങി എഴുന്നേറ്റതുപോലെ എഴുന്നേറ്റ് വന്നു. ഉണ്ടായ സംഭവമെല്ലാം ചിങ് ചോങ് വള്ളി പുള്ളി വിടാതെ അവളോട് പറഞ്ഞു. അവൾക്കും വലിയ സന്തോഷമായി. മരണത്തിൽ നിന്ന് തൻ്റെ ഭർത്താവ് തന്നെ രക്ഷപ്പെടുത്തിയല്ലോ. മാത്രമല്ല രോഗമൊക്കെ മാറി താൻ വീണ്ടും ആരോഗ്യവതിയാവുകയും ചെയ്തു. മിൻലോയും ചിങ് ചോങ്ങും സന്യാസിയോട് നന്ദി പറഞ്ഞു. അപ്പോൾ സന്യാസി യാത്ര പറഞ്ഞു പോകാനൊരുങ്ങി. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, മോളെ, ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും തിരിച്ചു കിട്ടിയ ജീവിതം കൊണ്ട് നീ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ അതിൻ്റെ ഫലം നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. മിൻലോ സമ്മതിച്ചു. അങ്ങനെ തൻ്റെ ഭർത്താവിനോടൊപ്പം മിൻലോ വീട്ടിലേക്ക് പോയി. ജീവിതം തിരിച്ചു കിട്ടിയെങ്കിലും മിൻലോ തൻ്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. അവൾ വീണ്ടും തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയും ചുറ്റി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരിക്കൽ ചിങ് ചോങ് കുറച്ച് വിത്ത് വാങ്ങാൻ വേണ്ടി കുറച്ച് ദൂരെയുള്ളൊരു ഗ്രാമത്തിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ നാട്ടിലെ രാജകുമാരൻ ആ വഴി വന്നു. വഴിയിൽ വെച്ച് അദ്ദേഹം അതിസുന്ദരിയായ മിൻലോയെ കാണാനിടയായി. മിൻലോയെ കണ്ടതോടെ അവളെ വിവാഹം കഴിച്ചേ തീരൂ എന്നായി രാജകുമാരന്.
രാജകുമാരൻ ചെന്ന് മിൻലോയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. താൻ രാജ്യത്തെ രാജകുമാരനാണ്, മിൻലോയെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തു പറയുന്നു? കേൾക്കേണ്ട താമസം മിൻലോ സമ്മതിച്ചു. തനിക്കൊരു ഭർത്താവുണ്ടെന്നോ തനിക്കൊരു കുടുംബമുണ്ടെന്നോ ഒന്നും മിൻലോ രാജകുമാരനോട് പറഞ്ഞില്ല. തനിക്കിനി മുതൽ വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ ധരിക്കാം, ആഭരണങ്ങളിടാം എന്നൊക്കെ മാത്രമേ മിൻലോ ഓർത്തുള്ളൂ. അവൾ രാജകുമാരനോടൊപ്പം കൊട്ടാരത്തിലേക്ക് യാത്രയായി. വിത്തും വളവുമായിട്ട് തിരിച്ചു വന്ന ചിങ്ചോങ്ങിനെ എതിരേറ്റത് മിൻലോ തൻ്റെ വീട് വിട്ട് പോയി എന്ന വാർത്തയാണ്. പക്ഷേ ഇത്തവണ അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ദുഃഖമൊന്നും ചിങ്ചോങ്ങിന് തോന്നിയില്ല. അയാൾക്ക് വലിയ ദേഷ്യമാണ് ഉണ്ടായത്. അയാൾ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ കൊട്ടാരം മുറ്റത്തെ പൂന്തോട്ടത്തിൽ മിൻലോ ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ വില കൂടിയ പട്ടുവസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ദേഹം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. ചിങ്ചോങ് വരുന്നത് മിൻലോ ദൂരെ നിന്നേ കണ്ടു. അവൾ വേഗം ഗേറ്റിനടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ചോങ്, കൃഷിക്കാരനായ നിന്നെ എനിക്കിനി മുതൽ വേണ്ട. ഞാൻ ഇവിടുത്തെ രാജ്ഞിയായിട്ട് വാഴാൻ പോവുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. വേഗം തിരിച്ചു പോയിക്കൊള്ളണം. അപ്പോൾ ചിങ്ചോങ് പറഞ്ഞു, നന്ദി കെട്ട മിൻലോ, നിന്നെ എൻ്റെ ചോര തന്നാണ് ഞാൻ രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും നീ എന്നെ തള്ളി പറഞ്ഞല്ലോ. അപ്പോൾ മിൻലോ പറഞ്ഞു, ഓ, താൻ എനിക്ക് ചോര തന്ന കാര്യമൊന്നും എന്നോട് പറയണ്ട. 3 തുള്ളി ചോരയല്ലേ, അത് ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം. അവൾ വേഗം ഒരു ചെറിയ സൂചി എടുത്തിട്ട് തൻ്റെ കൈവിരലിൻ്റെ അറ്റത്ത് ഒരു മുറിവുണ്ടാക്കിയിട്ട് 3 തുള്ളി ചോരകൾ താഴേക്ക് വീഴ്ത്തി കളഞ്ഞു. 1-ാമത്തെ തുള്ളി ചോര താഴേക്ക് വീണപ്പോഴേ അവളുടെ ദേഹം ചുരുങ്ങി തുടങ്ങി. 2-ാമത്തെ തുള്ളി വീണതോടെ അവൾ തീരെ ചെറുതായിപ്പോയി. 3-ാമത്തെ തുള്ളി നിലത്ത് വീണതും അവൾ ഒരു ചെറിയ പുഴുവായിട്ട് മാറി. കറുത്ത നിറമുള്ള ഒരു കുഞ്ഞിപ്പുഴു. ആ പുഴുവിന് നീണ്ട സൂചി പോലുള്ള ഒരു ചുണ്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിന് 2 ചിറകുകളും മുളച്ചു വന്നു. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വൃത്തികെട്ട ഒരു ചെറിയ വികൃത ജീവിയായിട്ട് മിൻലോ മാറി. തൻ്റെ ദേഹത്ത് നിന്ന് 3 തുള്ളി ചോര താൻ വീഴ്ത്തി കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് മിൻലോയ്ക്ക് മനസ്സിലായി. അവൾ എൻ്റെ ചോര, എൻ്റെ ചോര എന്ന് മൂളിക്കൊണ്ട് ചോങ്ങിന് പിന്നാലെ പറക്കാൻ തുടങ്ങി. ചോങ്ങാണെങ്കിൽ അപ്പോഴേ അവിടുന്ന് തൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയി കളഞ്ഞു. അന്ന് മുതൽ കിട്ടുന്ന മനുഷ്യരുടെ എല്ലാം ചോര കുടിക്കാൻ നടക്കുകയാണ് ആ ജീവി. അങ്ങനെ ഒരു കുഞ്ഞു ജീവിയായി പോയ മിൻലോയുടെ പേര് പിന്നീട് കൊതുക് എന്നായി മാറി. അങ്ങനെയാണ് ഭൂമിയിൽ കൊതുകുകൾ ഉണ്ടായത് എന്നാണ് വിയറ്റ്നാമിലെ കഥകൾ പറയുന്നത്. അപ്പോൾ ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.